നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ പോയിട്ട് ഇന്റർപോൾ ഈ കേസ് അന്വേഷിക്കണം, ശബരിമല കേസ് അന്വേഷിക്കണം, കൊള്ളാന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനെതിരെയൊക്കെ എന്റെ പല സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്റർപോളിന് എന്ത് പറയുന്നു, അതെങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല കാര്യം, നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് നല്ലതാണ്. പക്ഷെ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗോവർദ്ധൻ പറയുന്ന ഒരു കണക്കുണ്ട്. മിസ്റ്റർ ഗോവർദ്ധൻ, താങ്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഗോവർദ്ധൻ എന്ന് പറയുന്നത് ഈ ബെല്ലാരി ജുവലറിയുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളാണ്. അതിൽ ഒരാൾ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരാൾ ഭണ്ഡാരി. ഈ ഗോവർദ്ധൻ പറയുന്ന ഒരു കണക്കുണ്ട്. പക്ഷെ ആ കണക്കിന്റെ പൊട്ടത്തരം മാതൃഭൂമി ചാനൽ വഴി കേൾക്കുമ്പോൾ മാതൃഭൂമി അത് ചർച്ച ചെയ്യുന്നില്ല. അവിടെയാണ് നമ്മുടെ പരാതി. എന്താ പരാതി? അതായത് 474 ഗ്രാം പോയിന്റ് സംതിങ്, 474 ഗ്രാം 475 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 56 പവൻ സ്വർണം. 56 പവൻ സ്വർണം അധികമായി വന്നു അവിടെ ഈ ഭണ്ഡാരിയുടെ നമ്മുടെ ഗോവർദ്ധന്റെ കയ്യിൽ കിട്ടി. ഈ 56 പവൻ സ്വർണത്തിന് വേണ്ടി 2 കോടി രൂപ, 1 കോടി രൂപ എവിടെ കൊടുത്തു? പല ഡീഡികളായിട്ട് അന്നദാനത്തിന് വേണ്ടി കൊടുത്തു. ഇതിന്റെ കമ്മീഷനായിട്ടല്ല കൊടുത്തത്, അന്നദാനത്തിന് വേണ്ടിയാണ്. അപ്പൊ അന്നദാനത്തിന് ആർക്കും പൈസ കൊടുക്കാമല്ലോ. അപ്പൊ ശബരിമലയിലെ അന്നദാനത്തിന് വേണ്ടി ഗോവർദ്ധൻ 1 കോടി രൂപ കൊടുത്തു പല ഡീഡികളായിട്ട്. ആർക്കും സംശയം ഉണ്ടാവില്ല. അവിടെ പിന്നെ സ്വർണ്ണഹാരം വെച്ചു, അയ്യപ്പൻ കോപിക്കാതിരിക്കാൻ. ഇനി അന്നദാനം കഴിക്കുന്ന നാട്ടുകാരല്ലേ, അപ്പൊ നാട്ടുകാർ കോപിക്കാതിരിക്കാൻ ദേവസ്വം ബോർഡിനെ കൈക്കലാക്കാൻ വേണ്ടി അന്നദാനം, അയ്യപ്പൻ കയറി കോപിക്കാതിരിക്കാൻ വേണ്ടി അയ്യപ്പന് സ്വർണ്ണഹാരം. എന്തൊരു മനോഹരമാണ് കാഴ്ച എന്നറിയാവും. വിഷയം അവിടെ അല്ല. ഞാൻ ഇന്റർപോൾ കാണിക്കണം, ഇന്റർപോളിനെ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, CBI പോരാന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ 474 ഗ്രാം സ്വർണം 59 ലക്ഷം രൂപ മാത്രം വില വരുന്ന സ്വർണം, 59 പവൻ മാത്രം വരുന്ന സ്വർണത്തിന് 2 കോടി അല്ല 1 കോടി രൂപ, അത് ഇരട്ടി, 100% ഇരട്ടി കൊടുത്ത് ഈ ഗോവർദ്ധൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഗോവർദ്ധൻ അത് എത്ര കോടിക്കായിരിക്കും വിൽക്കുന്നത്? അവിടെയാണ് ശബരിമല അയ്യപ്പൻ വിദേശത്ത് പോകുന്നത്, ഈ സ്വർണം വിദേശത്ത് പോകുന്നത്. അതായത് 1 പവൻ സ്വർണം നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ 90,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം വെച്ചോളൂ, റൗണ്ട് ചെയ്ത് GST എല്ലാം 1 ലക്ഷം, ഞാനൊരു കണക്കിന് വേണ്ടി 1 ലക്ഷം രൂപയാണ്. പക്ഷെ ആ 1 പവൻ സ്വർണം ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിൽ ചാർത്തിയിട്ടുള്ളതാണെങ്കിൽ, ആ ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും പടിയിലെങ്കിലും വെച്ചിട്ടുള്ളതാണെങ്കിൽ അതിന് 100 കോടി രൂപ വരെ കിട്ടും. കാരണം 1 ഗ്രാം സ്വർണം അല്ലെങ്കിൽ ഒരു മഞ്ചാടി സ്വർണം എന്നൊക്കെ പറയണം, ഒരു മഞ്ചാടി സ്വർണത്തിൽ എന്തെങ്കിലും ഒരു പൊട്ട് പോലത്തെ സാധനം ഉണ്ടാക്കി ആളുകൾക്ക് കൊടുത്താൽ ഈ 474 ഗ്രാമിൽ അല്ലെങ്കിൽ 59 പവനിൽ എത്ര ഉപകരണം ഉണ്ടാക്കാൻ പറ്റും, എത്ര ആഭരണം ഉണ്ടാക്കാൻ പറ്റും? അത്രയും കോടി രൂപയാണ്. ഇതാണ് ഇതിന് ഇന്റർനാഷണൽ ഡീൽ. മാത്രമല്ല അത് അതുപോലെ കൊണ്ടുപോയാൽ, അത് കട്ട് ചെയ്ത് പീസായിട്ട്, ഒറ്റ പാളിയായിട്ട് കൊണ്ടുപോകണ്ട, കട്ട് ചെയ്ത് പീസായിട്ട് കൊണ്ടുപോയാൽ പുരാവസ്തു വകുപ്പിൽ കിട്ടുന്ന പണം, ഒരു വകുപ്പില്ല, പുരാവസ്തുക്കാർ കൊടുക്കുന്ന പണം കോടാനുകോടിയാണ്, മോഹവിലയാണ്. ചില രാജാക്കന്മാരുടെ കാലത്ത് പെണ്ണ് ചില സ്ത്രീകൾക്ക് വേണ്ടി മോഹിച്ച് എന്തും കൊടുക്കും, രാജ്യം തന്നെ കൊടുക്കും. അവിടെ മോഹം മാത്രമേ ഉള്ളൂ. ചില ആളുകൾ ടൗണിലൊക്കെ വന്ന് വസ്തു വാങ്ങുമ്പോൾ തൊട്ടടുത്ത് 5 ലക്ഷം കാണുള്ളൂ, 50 ലക്ഷം രൂപ വാങ്ങിക്കാൻ തരാം. കാരണം മോഹമാണ്. പെണ്ണ്, പണം, സ്വർണം, ഇത് മൂന്നും മോഹമാണ്. അയ്യപ്പന്റെ ആകുമ്പോഴോ കഥ വീണ്ടും മാറി. അപ്പൊ ശബരിമല അയ്യപ്പന്റെ സ്വർണം ബെല്ലാരിയിലുള്ള അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷനോ അല്ലെങ്കിൽ പിന്നെ ഈ ഗോവർദ്ധനോ അല്ലെങ്കിൽ പിന്നെ ഭണ്ഡാരിയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനോ ഇവരെടുത്തു, ശരി 10 ലക്ഷം രൂപയ്ക്ക് എടുത്തു, അല്ലെങ്കിൽ 50 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണം എടുത്തു, 50 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തു, സെറ്റായി. അങ്ങനെ സെറ്റാക്കാൻ പറ്റില്ല. ഇത് ശബരിമല അയ്യപ്പന്റെ സ്വർണമായതുകൊണ്ട് ലോകത്തുള്ള ഹിന്ദു സമൂഹം മുഴുവൻ ശാസ്താക്ഷേത്രങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ശാസ്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, അയ്യപ്പനിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ബാംഗ്ലൂർ, ചെന്നൈ, പിന്നെ അതുപോലെ തന്നെ ഡൽഹി, കൽക്കട്ട, പിന്നെ ദുബായ്, അമേരിക്ക, ലണ്ടൻ, ലോകത്ത് എവിടെ മലയാളിയുണ്ട് അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടെ ആചാരങ്ങളുണ്ട്. അപ്പൊ അവരെ വാങ്ങില്ലേ ഇത് വലിയ കോടാനുകോടി രൂപയുടെ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വലിയ ഡീലാണ് നടന്നത്. ഇങ്ങനെ ഒരു ഡീൽ നടന്നത് നമ്മുടെ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം മന്ത്രിയാവാൻ പോയിട്ട്, MLA ആവാൻ പോയിട്ട്, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാനുള്ള യോഗ്യതയില്ല. അവിടെയാണ് എന്റെ പ്രശ്നം. അദ്ദേഹം അറിഞ്ഞില്ലയോ അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കീഴിലുള്ള ഒരു ദേവസ്വം ബോർഡിൽ ഇത്രയും കോടി രൂപയുടെ കൊള്ള അവിടെ ഇരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ മുഴുവൻ സഹാക്കന്മാരും കൂടി ചേർന്ന് അടിച്ചു മാറ്റുമ്പോൾ ഇവിടെ ഇരുന്ന സെക്രട്ടേറിയറ്റിൽ ഇരുന്ന മന്ത്രി ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് മന്ത്രി ആഫീസ്? ഇത് ചോദിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടാവും, നല്ല നിലയിൽ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്മഗ്ലിംഗ് ഗോൾഡ് സ്മഗ്ലിംഗ് നടന്നിട്ടുള്ളത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനയാണെന്ന് ഞാനല്ല പറയുന്നത്, രമേശ് ചെന്നിത്തലയും ഒരു വ്യവസായിയുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് CBI അന്വേഷിച്ചാലും നിൽക്കൂല,
4 സ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് ഇത് ഇന്റർപോൾ തന്നെ വരണം. റോയോ ഇന്റർപോളോ വന്ന് അന്വേഷിച്ചല്ലാതെ ഈ സ്വർണത്തിന്റെ അവസാനത്തെ പാളിയും കണ്ടെടുക്കാൻ കഴിയുന്ന പ്രശ്നമില്ല. സിനിമാ നടന്മാർക്ക് കൊടുത്തിരിക്കുന്നു, ആര് പോയി അവര് അറസ്റ്റ് ചെയ്യും? സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിയിരിക്കുന്നത് ചരടാണോ സ്വർണ്ണ ചരടാണോ എന്ത് ചരടാണെന്ന് വീഡിയോയിലോ അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണാനില്ലല്ലോ. ആ ചരട് കെട്ടിയതിൽ ഉണ്ണികൃഷ്ണൻ ചരട് കെട്ടിക്കൊടുക്കുന്നത് എന്തിനു വേണ്ടി? ഇനി സോണിയാഗാന്ധിക്ക് അസുഖമൊക്കെ ഉള്ളത് കൊണ്ട് അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്തതാണെങ്കിൽ ഓക്കെ, പൂജ ചെയ്തുകൊണ്ട് കൊടുത്ത് കെട്ടിയതാണെങ്കിൽ ഓക്കെ. പക്ഷെ അത് സ്വർണമാണോ? സ്വർണമാണെങ്കിൽ എന്താണ് ആ ബന്ധം? അതിന്റെ വെളിച്ചത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തൊക്കെ ഫേവർ അവിടെ നിന്ന് കിട്ടി? വളരെ കൃത്യമായിട്ട് അന്വേഷിക്കണ്ടേ? അപ്പൊ ഇത് ചോദ്യം ചെയ്യുക, അന്വേഷിക്കാൻ, തെളിവെടുക്കുക എന്ന് പറയുന്നത് കുറ്റമൊന്നുമല്ല. ഇന്ത്യൻ വ്യവസ്ഥയിൽ, നീതിന്യായ വ്യവസ്ഥയിൽ ആരിൽ നിന്നും തെളിവെടുക്കാം. നമ്മളെ നിന്നും എടുക്കാം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ ശരിയാണോ ചോദിക്കുക, ചിലപ്പോൾ പോലീസ് നമ്മളെ വിളിച്ചെന്നിരിക്കും, എല്ലാവരും തെളിവെടുക്കും. തെളിവെടുപ്പ് എന്ന് പറയുന്നത് ഒരു കുറ്റം ചെയ്ത കാര്യമൊന്നുമല്ല. ഒരു തെളിവെടുപ്പിന്റെ ഭാഗമായി സാക്ഷികളെ മാപ്പ് സാക്ഷിയാക്കി കൂടെ? അങ്ങനെ ആയാലും കോൺഗ്രസിന്റെ നേതാക്കളെയും ചോദ്യം ചെയ്യേണ്ടി വരും, BJP നേതാക്കളെ ചോദ്യം ചെയ്യേണ്ടി വരും, സെലിബ്രിറ്റികളെ ചോദ്യം ചെയ്യേണ്ടി വരും, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള വലിയ നേതാക്കളെ ചോദ്യം ചെയ്യേണ്ടി വരും. ഇനി കടകംപള്ളി സുരേന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞിട്ട്, അതാണ് അടുത്ത കഥ, മുഖ്യമന്ത്രി അറിയാതിരുന്നോ? അപ്പൊ പിന്നെ ഒരു മുഖ്യമന്ത്രി ഇക്വേഷൻ എന്താണ്? മുട്ടിന് മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ പോയി കാര്യങ്ങൾ പറയുമല്ലോ. അക്കൂട്ടത്തിൽ ഇത് പറഞ്ഞില്ലയോ? പിന്നെ അവിടെ ശബരിമലയിൽ നിന്ന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന്. ഇനി മറ്റൊരു കാര്യമുണ്ട്, അതാണ് വളരെ പ്രധാനം. ഹിന്ദുക്കൾ പൊട്ടന്മാരും പോങ്ങന്മാരും കിഴങ്ങന്മാരുമാണ്. കാരണം എന്തറിയാവോ? അവന്റെ മൂട് അടിച്ചോണ്ട് പോയാലും അവനൊരു പ്രശ്നമില്ല. 1950 തീ വെച്ചു. ഇവിടെ ആരെങ്കിലും ചോദിച്ചോ വർഷം എത്ര കഴിഞ്ഞു? ഇതേ ഈ ടീം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോയി, വൈക്കം ക്ഷേത്രത്തിൽ സ്വർണം പൂശാൻ തുടങ്ങി. പക്ഷെ അവിടുത്തെ ഒരു വിജിലൻസ് ഓഫീസർക്ക് എന്തോ ഒരു ഉൾവിളി ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് പറ്റൂല എന്ന് പറഞ്ഞപ്പോഴാണ്. അല്ലെങ്കിൽ വൈക്കം ക്ഷേത്രത്തിലും ഈ പൂശൽ നടന്നേനെ. എന്തായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഒറിജിനൽ പ്ലാൻ? ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ സൃഷ്ടിച്ചുകൊണ്ട്, ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, കുറെ ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ പിടിച്ച് കേരളത്തിലെ വളരെ പ്രമുഖമായ ഏറ്റുമാനൂര്, വൈക്കം തുടങ്ങിയിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കട്ടള, ദ്വാരപാലക വിഗ്രഹം, ഇവിടെ തന്നെ വേറെ 3 കാര്യങ്ങൾ പൂശിയിരിക്കുന്നു. ഈ ശബരിമല തന്നെ 2019 ഈ കേസ് ഇപ്പൊ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ. ശരിക്കും പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ മാത്രം ചോദ്യം ചെയ്താൽ പോരാ. 2009 ഒരു ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ, 2009 ഒരു ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ 2009 ഈ ബെല്ലാരിയും ഗില്ലാരിയും ഒക്കെ അവിടെ വന്ന് ചെയ്തിരിക്കുകയല്ലേ. അപ്പൊ 2000 മുതൽ 2009 ആകുമ്പോൾ കുറച്ചുകൂടെ പിറകിലോട്ട് പിടിക്കണം. 2000 മുതൽ 25 വർഷക്കാലം ശബരിമലയിൽ നടന്നത് എന്ത് എന്ന് വളരെ സ്വതന്ത്രമായ ഒരു നാഷണൽ കമ്മീഷനെ വെച്ച് 2 ടൈപ്പ് കമ്മീഷനെ വെക്കണം. ഒന്ന് സുപ്രീം കോടതിയിൽ നിന്നോ മിനിമം ഹൈക്കോടതിയിൽ നിന്നോ റിട്ടയർഡ് ആയിട്ടുള്ള ഏറ്റവും പ്രമുഖയായിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസിന്റെ റാങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റിസിന്റെ റാങ്കിലോ ഒക്കെ ഇരുന്നിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ഒരു സംഘം ആളുകളുടെ ഒരു അന്വേഷണ പരമ്പര ആവശ്യമുണ്ട്. രണ്ടാമത്, കേസ് പോലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇന്റർപോളിന്റെ സേവനം എടുത്തുകൊണ്ട് CBI ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും ചെയ്യാതെ ഓരോ ലെവല് കഴിയുന്തോറും സമൂഹത്തിലെ ഉന്നതന്മാരേക്ക് അടുത്ത് ചെല്ലുമ്പോൾ അവിടെ വെച്ച് കേസുകൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കേരളമുണ്ട്. അത് പൊളിറ്റിക്കൽ കേസുകളായാലും ഇതുപോലത്തെ കേസുകളായാലും ഒരു സമ്പന്നന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ അടുത്തേക്ക് റഡാർ നീങ്ങുമ്പോൾ റഡാർ ഓഫ് ചെയ്യുന്ന, ക്യാമറ ഓഫ് ചെയ്യുന്ന ഒരു പരിപാടി കേരളത്തിലുണ്ട്. അയ്യപ്പന്റെ കാര്യത്തിൽ അത് വരാതിരിക്കട്ടെ. അയ്യപ്പൻ കാത്തുകൊള്ളുമെന്ന് തോന്നുന്നു. 10-75 വർഷമായി അയ്യപ്പൻ സഹിക്കുകയാണ്. ഇനി പറ്റില്ല എന്നാണ് അയ്യപ്പൻ പറയുന്നതായിട്ടാണ് ഈ രീതികൾ കാണുന്നത്. ഒരു 2 ജഡ്ജിമാരുടെ രൂപത്തിൽ അയ്യപ്പൻ ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതി ബെഞ്ചിൽ വന്നിട്ടുണ്ട്.